100 ഗ്രാമിന് 100 രൂപ കൊടുത്ത് മേടിച്ച നല്ല ഒന്നാന്തര ഉണക്കച്ചമീൻ 200 ഗ്രാം മേടിച്ചിട്ടുണ്ട്. സാധാരണ ഉണക്കച്ചമീൻ മേടിച്ചാൽ ഒന്നീ ചമ്മന്തി ആയിരിക്കും, അല്ലെ തീയിൽ വെക്കും. പക്ഷെ ഇതൊന്നും അല്ലാത്ത വേറെ ഒരു പരിപാടിയുണ്ട്, നിങ്ങൾ അങ്ങോട്ട് കണ്ടോ. അപ്പോൾ ഒരു പാൻ എടുത്ത് അടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് ഇപ്പൊ കാണിച്ചിട്ടുള്ള 200 ഗ്രാം ഉണക്കച്ചമീൻ അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചെറിയ തീയിലിട്ടിട്ടൊന്ന് വാർത്തവിടെ എടുക്കണം. അതായത് ഒടിച്ചാൽ ഒടിയുന്ന പരുവത്തിൽ വേണം വറുത്തെടുക്കാനായിട്ട്. വറക്കുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ എല്ലാ സുഹൃത്തുക്കളെ കുഞ്ഞു വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് അടിക്കാനും മറക്കരുത്. കാരണം നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് ആവശ്യമാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാൻ ഒരുപാട് സമയമില്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ ഇട്ട് കൊടുത്തേക്കുന്ന ഉണക്കച്ചമീൻ ഇവിടെ നന്നായിട്ട് വാർത്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് മൊത്തത്തിൽ ഒരു മുറത്തിനകത്തോട്ട് മാറ്റി പണ്ടുള്ള ഒരു ചെയ്യുന്ന ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ അലകി ചെയ്തെടുക്കുക എന്ന് പറയും. അതായത് ഇതിന്റെ തലയും വാലും ഒക്കെ വേർപെടുത്തി എടുക്കുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ ഒരു ചിരട്ട എടുത്ത് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് അങ്ങോട്ട് കൊടുക്കാം. അത് കഴിഞ്ഞതിന് ശേഷം ഉണ്ടല്ലോ നമ്മൾ ഇത് മുഴുവനായിട്ട് നല്ലതുപോലെ ഇതിന്റെ തലയും വാലും ക്ലീൻ ചെയ്ത് ഒരു ബൗളിനകത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഒന്ന് വാഷ് ചെയ്തെടുക്കാനായിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ച് ഇതുപോലെ ഒന്നും കൊണ്ട് വെച്ചേക്കാം ഒരു 3-4 മിനിറ്റ്. അപ്പൊ ഇതൊന്ന് കുതിർന്നു വരും. അത് കഴിഞ്ഞാൽ ഇത് 2-3 വട്ടം നല്ല വൃത്തിയായിട്ട് കഴുകി എടുത്തിട്ടുണ്ടല്ലോ ഒരു പാനിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുന്നത് നല്ലെണ്ണയാണ്. നല്ലെണ്ണയിൽ വേണം ഈ ഒരു റെസിപ്പി താറാക്കി എടുക്കാനായിട്ട്. ചൂടായിട്ട് വരുമ്പോൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ഉണക്കച്ചമ്മീൻ മുഴുവനായിട്ട് അങ്ങോട്ട് ഇട്ടങ്ങോട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് സാധാരണ വറക്കുന്ന എങ്ങനെയാണോ ആ ഒരു പരുവത്തില് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതിനെ നല്ലതുപോലെ വറുത്ത് അതിന്റെ കളർ മുഴുവനായിട്ട് ഈ ഒരു പരുവത്തിൽ അങ്ങോട്ട് മാറി വരുമ്പോഴത്തേക്കിനും മൊത്തത്തിൽ അങ്ങോട്ട് കോരി അങ്ങോട്ട് മാറ്റാവുന്നതാണ്. വളരെ പെട്ടെന്ന് കേട്ടോ നമ്മുടെ പരിപാടികളൊക്കെ. മുഴുവനായിട്ട് ഇതുപോലെ അങ്ങോട്ട് കോരി മാറ്റിക്കഴിഞ്ഞാൽ അതേ പാനിലേക്ക് തന്നെ വീണ്ടും കുറച്ച് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. ചൂടായിട്ട് വരുമ്പോൾ 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുക് പൊട്ടുന്നതിന് മുൻപായിട്ട് തന്നെ 1/4 ടീസ്പൂൺ ഉലുവ കൂടെ ചേർക്കുന്നുണ്ട്. ഇനി ഇത് രണ്ടും കൂടി നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊണ്ടെടുക്കാം. കടുക് ഒരു സൈഡിൽ കിടന്ന് പൊട്ടിക്കോളും. ഉലുവ അങ്ങോട്ട് നല്ലതുപോലെ മൂത്ത് അതിന്റെ കളർ മാറി വരുമ്പോഴത്തേക്കും 2-3 കണ്ട് കറിവേപ്പിലയും പിന്നെ കുറച്ച് വെളുത്തുള്ളിയല്ലിയും ചേർക്കുന്നുണ്ട്. വെളുത്തുള്ളിയല്ലി നിങ്ങളുടെ ഇഷ്ടം വെച്ചിട്ട് കൂട്ടുകയും കുറയ്ക്കുക. 2-3 പച്ചമുളക് നട്ടിക്കാൻ മുറിച്ചതും 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി പൊടിപൊടിയായിട്ട് 10-15 കാന്താരിമുളക് കൂടെ ചേർക്കുന്നുണ്ട്. ഇനിയിപ്പോ കാന്താരിമുളക് ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കിയേക്കാവുന്നതാണ്. കാന്താരിമുളക് ഇടുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, തീ കുറച്ച് വെച്ചിട്ട് വേണം. കാരണം ഇത് പൊട്ടിത്തെറിക്കാനുള്ള ചാൻസ് ഉണ്ട്. അത് കഴിഞ്ഞാലുണ്ടല്ലോ പിന്നെ പൊടികളാണ് ചേർക്കുന്നത്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടിയും ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി എടുത്ത് ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇത്രയും കാന്താരിമുളക് ചേർത്ത് എന്തിനാണ് നിങ്ങളിൽ പലർക്കും ഒരു സംശയം ഉണ്ടാവും. അത് ഞാൻ എന്തായാലും വീഡിയോയിൽ പറയാമേ. ഇതുപോലെ കൊണ്ട് എണ്ണ തെളിഞ്ഞ് വരുമ്പോഴത്തേക്കിനുണ്ടല്ലോ 1/4 കപ്പ് വിനാഗിരിയോട് ഒഴിച്ചു കൊടുക്കണം. വിനാഗിരി ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഒരുപാട് സമയം തിളപ്പിച്ചുകൊണ്ടിരിക്കരുത്. 1-2 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കിനും നേരത്തെ വറുത്തു മാറ്റി വെച്ചിട്ടുള്ള ഉണക്കച്ചെമ്മീൻ മുഴുവനായിട്ട് അങ്ങോട്ട് ഇട്ടങ്ങോട്ട് കൊടുക്കാം. ഇനി ഇതിന് പാകത്തിനുള്ള കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കണം. നമ്മുടെ പരിപാടി കഴിഞ്ഞിട്ടില്ല. ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടിയോടെ ചേർക്കണം. കായപ്പൊടിയോടെ ചേർത്തെങ്കിൽ ഇതിന്റെ ടേസ്റ്റ് നല്ലപോലെ അങ്ങോട്ട് വരത്തുള്ളൂ. എന്നിട്ട് ഇതെല്ലാം കൂടി അങ്ങോട്ട് ഇളക്കി മിക്സ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കുണ്ടല്ലോ താണ്ട നോക്കിയേ നമ്മുടെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ഉണക്കച്ചെമ്മീൻ അച്ചാർ അങ്ങോട്ട് തയ്യാറായിട്ട് അങ്ങോട്ട് വരും. നമ്മൾ അത്രയും കാന്താരിമുളകും വെളുത്തുള്ളിയൊക്കെ ചേർത്ത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ അച്ചാർ പഴകുമ്പോൾ ഉണ്ടല്ലോ ആ ഒരു കാന്താരിമുളകും വെളുത്തുള്ളിയും കഴിക്കാൻ അന്യ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അതേ ഇങ്ങനത്തെ കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ കഴിക്കാതിരിക്കാനായിട്ട് പറ്റുമോ? ഉണക്കച്ചെമ്മീന്റെ അച്ചാർ ഇതുവരെ തയ്യാറാക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒരു തവണ നിങ്ങൾ ഇതേ രീതിയിൽ ഒന്ന് തയ്യാറാക്കി നോക്കുക, ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും. പ്രവാസി സുഹൃത്തുക്കളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തയ്യാറാക്കിക്കൊണ്ട് പോയിക്കോ. ചോറുണ്ടാൻ വേറെ ഐറ്റംസ് ഒന്നും വേണ്ട, ഈ ഒരൊറ്റ ഐറ്റം മാത്രം മതി കേട്ടോ. അപ്പൊ എന്തായാലും അച്ചാറിൽ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കാൻ മറക്കണ്ട. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ ഈ വീഡിയോയെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങൾ താഴെ കമന്റ് ഇടാനായിട്ട് മറക്കരുത്. നല്ലൊരു കിടിലൻ കിടുക്കാച്ച ഐറ്റംസുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കണ്ടുമുട്ടാം.